الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിന് ഈ ത്വാഅത്തും ഇബാദത്തും പ്രഖ്യാപിച്ച് വിധേയത്വത്തോടുകൂടി അവനോടുള്ള ശുക്ർ പ്രഖ്യാപിക്കാൻ കിട്ടിയിട്ടുള്ള അവസരങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വീഴ്ചകളിലൊക്കെ അള്ളാഹുവോട് നമ്മൾ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദയാവരനും എല്ലാം പൊറുക്കുന്നവനായ റബ്ബ് നമുക്കെല്ലാവർക്കും നമ്മുടെ വീഴ്ചകളിൽ മാപ്പ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അള്ളാഹുവേ ദയാപരനും സർവ്വലോക പരിപാലകനും പ്രതിഫലത്തിൻ്റെ നാളിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവെ, ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. റമദാൻ ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ളത് ഒരു വേള നമ്മളുടെയൊക്കെ മനസ്സിലുള്ളതാണ്. അതുപോലെ തന്നെ റമദാനിൻ്റെ ഭാഗമായി ലഅല്ലക്കും തഷ്കുറൂൻ എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് പറയുന്ന ആയത്ത്, ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടക്കം ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ആ ഭാഗത്ത് അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നത്. ആ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ പേരിൽ നിങ്ങൾ നോമ്പെടുക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫൽയസുംഹു എന്ന് ആ ആയത്തിലുണ്ട്. ഇതൊക്കെ നമുക്കൊരുപാട് കേട്ടുപരിചയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഈ ഒരു ഹിദായത്തിലേക്ക് നിങ്ങളെ വഴി നടത്തിയല്ല,
ആ ഹിദായത്തിന്റെ ഭാഗമായി കൊണ്ടാണ് നിങ്ങൾക്ക് നോമ്പ് തന്നത്. ആ നോമ്പ് നിങ്ങൾ പൂർത്തിയാക്കണം. അങ്ങനെ നോമ്പിന്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അല്ലാഹു അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞ ആ എണ്ണുണ്ടല്ലോ, അത് നമ്മൾ പൂർത്തിയാക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരും. വലി തുക്കബ്ബിറുള്ള തക്ബീർ ചെയ്യുക എന്നുള്ളതൊന്ന് വരും. അത് ഈ ഹിദായത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ച ആ തൗഫീഖിന്റെ പേരിലാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, എന്തിനു വേണ്ടിയെന്നറിയോ? വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മുടെ നന്ദിബോധം അള്ളാഹ്ക്ക് വേണം. നമ്മുടെ നന്ദിബോധം എന്തിനാണ്? അള്ളാഹ്ക്ക് നമുക്ക് തരാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അള്ളാഹ്ക്ക് നമ്മൾ തിന്നാൻ കൊടുത്തിട്ടൊന്നും വേണ്ടല്ലോ. ലാ ഉരീദു മിൻകും മിൻ റിസ്ഖിൻ വലാ ഉരീദു അൻ ഉത്ഇമൂൻ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു റിസ്ഖും ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് അന്നം തരണം എന്നും എന്റെ ആവശ്യമല്ല. അങ്ങനെയൊന്നുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യപ്പെടുന്നത്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവ് ഉണ്ട് എന്നതിന്റെ അടയാളമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. നന്ദി അങ്ങനെ കാണിച്ചാൽ അള്ളാഹു വീണ്ടും നമുക്ക് തരും എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഇബ്രാഹിമിലെ ആയത്തിലൂടെ നമുക്കത് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിന്റെ പ്രഖ്യാപനം എന്താണെന്നറിയോ? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ കാണിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വർധനവ് നൽകും എന്നതാണ്. ഇനിയോ നിങ്ങളുടെ നന്ദികേടാണ് നിങ്ങളിൽ നിന്നുണ്ടാകുന്നത് എങ്കിൽ വലഇൻ കഫർതും, നന്ദികേടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് എന്നറിഞ്ഞുകൊള്ളണമെന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നന്ദിബോധത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന വല്ലാത്ത അവസരങ്ങളിലൂടെ തഖ്വയെപ്പോലെ തന്നെ ലഅല്ലക്കും തത്തഖൂൻ എന്ന് കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒന്ന് ലഅല്ലക്കും തഷ്കുറൂനാണ്. അതും ഈ ഭാഗത്ത് അല്ലാഹു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ തുനിഞ്ഞാൽ കഴിയില്ലല്ലോ, നമുക്കാർക്കും കഴിയില്ല. എന്നുള്ളത് കൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ നമുക്ക് പറഞ്ഞു തന്നത്: സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി പോലെയുള്ള ആ ദിക്റുകളും, അതേപോലെ തന്നെ ശുക്ർ കാണിക്കാൻ തക്കതായ നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് ദിക്റുകൾ വേറുണ്ട്. അതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്ക് റബ്ബ് തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ വേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തിയാൽ നമുക്കുള്ള സമയം മതിയാകൂല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നന്ദിബോധത്തെ വളർത്തിക്കൊണ്ടുവരാൻ, റബ്ബിന് വിധേയപ്പെടാൻ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതിന്റെ എത്രയെത്ര അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയം റബ്ബിന് നന്ദി കാണിക്കേണ്ടതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരു സമയമല്ലല്ലോ, പൂർണ്ണമായിട്ടും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തന്നിട്ടുള്ള കണ്ണ് റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്. കണ്ണിന് നന്ദി കാണിക്കണം എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആ നോക്കാൻ കാണാനുള്ള ആ ഒരു കൽപ്പുണ്ടല്ലോ, സൗകര്യം ഉണ്ടല്ലോ, ആ അനുഗ്രഹം ഉണ്ടല്ലോ, ആ അനുഗ്രഹം നമുക്കൊന്ന് അടഞ്ഞു പോയി നോക്കണം. അതൊന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒരല്പനേരത്തേക്കെങ്കിലും അതിന്റെ ഒരു കഴിവ്, ശക്തി ഒന്ന് നിലച്ചു നിന്ന് നോക്കണം. എത്രമേൽ നമ്മൾ അനുഭവിച്ച അനുഗ്രഹത്തിന്റെ വലുപ്പം എത്ര വലുതാണ്. നമ്മൾ നന്ദി കാണിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയാൻ നമുക്കത് വലിയ ഒരു നിമിത്തമാകും. ഇങ്ങനെ ഓരോന്നും ഓരോ അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ നിർഭയരായി ശാന്തരായിക്കൊണ്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഒരു വലിയ നിർഭയത്വം, അത് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹമാണ്. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അവയവങ്ങൾ നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെയും അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ എത്തേണ്ട ഒരു ആശയം, ഇതൊക്കെ കിട്ടിയിട്ടും അനുഭവിച്ചിട്ടും
വേണ്ട സമയത്ത് വേണ്ടത്ര നിലയിൽ നമ്മൾ നന്ദി കാണിച്ചിട്ടില്ല. ആ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവണം. ഞാൻ ഇനിയും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിൽ ആലോചിക്കാൻ കഴിയണം. ഇനിയും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ ഇനിയും ചെയ്യണം എന്നുള്ള നിലക്ക് നമുക്ക് ആലോചിക്കാൻ സാധിക്കുക. അല്ലാഹു പറഞ്ഞല്ലോ, വ ഖലീലും മിൻ ഇബാദിയശ് ശകൂർ. സൂറത്തു സബഇൽ മഹാനായ ദാവൂദ് നബിക്ക് സുലൈമാൻ നബിക്കൊക്കെ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായി ഒരായത്തിന്റെ അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്, വഖലീലുൻ, വളരെ കുറച്ചു മാത്രമാണ്, മിൻ ഇബാദിയ, എന്റെ അടിമകളിൽ നിന്ന്, അശ്ശക്കൂർ ഉള്ളൂ എന്നാണ്. നല്ലോണം നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചുള്ളൂ എന്നാണ്. അശ്ശക്കൂർ എന്ന വാക്കാണ് അല്ലാഹു പ്രയോഗിച്ചത്. അശാക്കിരീൻ എന്നോ അശാക്കിർ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. ഷാക്കിർ എന്നുള്ളത് നന്ദി കാണിക്കുന്നവൻ എന്നർത്ഥം പറയാൻ പറ്റുന്ന വാക്കാണ്. പക്ഷെ ഷക്കൂർ എന്നത് അതിന്റെ മുബാലഗയാണ്. സ്വീഗത്തുൻ മുബാലഗ എന്നാണ് ഭാഷാപരമായിട്ട് പറയാം. അതിന്റെ പരമമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചാൾക്കാരെ ഉള്ളൂ എന്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലോണം നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം എന്നുള്ളതാണ്. നല്ലവണ്ണം നന്ദി കാണിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് സദാ ബോധവാന്മാരാകണം. നമ്മുടെ മനസ്സുകളിൽ നിഅമത്തുകളെ കുറിച്ചുള്ള ബോധം കൊണ്ട് മനസ്സുകളിൽ ഇങ്ങനെ നിറയണം. നാവിലൂടെ ആ ബോധത്തോടു കൂടി നമ്മൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. നമ്മുടെ ഓരോ അവയവങ്ങളും അള്ളാഹുവിന് വിധേയപ്പെടുന്ന രീതിയിൽ ആരാധനകളെ കൊണ്ട് സജീവമാകണം. അങ്ങനെ ആരാധനകൾ സജീവമാകാൻ കിട്ടുന്ന അവസരങ്ങൾ, റമദാന് പോലെയുള്ള അവസരങ്ങൾ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊക്കെ എമ്പാടുണ്ട്. അപ്പൊ നമ്മുടെ കൽബുകൾ ശുക്ർ കാണിക്കുന്ന രീതിയിൽ വളരണം. കൽബ് കൊണ്ട് ശുക്ർ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിലേക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ നിഅമത്തുകളെ കുറിച്ചുള്ള ഓർമ്മകൾ നിറച്ചുവെക്കൽ തന്നെയാണത്. ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള നിഅമത്തിനെ എന്നിൽ നിന്ന് പിന്മാറ്റിയാൽ ഞാൻ എന്തായി പോകും എന്ന് ചിന്തിക്കുന്നിടത്ത് കൽബിൽ ശുക്ർ നിറയില്ലേ? ആലോചിച്ച് നോക്കൂ. നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണം വെച്ച് ആലോചിച്ചാൽ മതി. കണ്ണിന്റെ കാഴ്ച ഒരു അല്പസമയത്തേക്കാണെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാവുക. അല്ല, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓരോ കാര്യങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെയല്ലേ? നമ്മൾ ആലോചിക്കുക. നമ്മുടെ കൽബിൽ ശുക്ർ കൊണ്ട് നിറയണം. ആ ശുക്ർ കൊണ്ട് നിറയുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അതിന് പറയുന്ന പേരായിരിക്കും അശ്ശക്കൂർ എന്നുള്ളത്. അശ്ശക്കൂർ ഉള്ള അവസ്ഥയിലേക്ക് നമ്മളാവുക, ശുക്റിന്റെ പാരമ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അതിന് എത്താൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കൽബിൽ അള്ളാഹു തന്ന നിഅമത്തുകൾ നിറയണം. അള്ളാഹു തന്ന നിഅമത്ത് നിറയാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ നമ്മൾ ആലോചിക്കുക, എനിക്ക് എന്റെ റബ്ബ് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള നിഅമത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ എന്നിൽ നിന്നൊന്ന് പിന്മാറ്റിയാൽ എന്താണ് ഞാൻ? ഇപ്പൊ അതുണ്ടല്ലോ എനിക്ക്. അങ്ങനെ നമ്മൾ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ റബ്ബിന് വിധേയപ്പെടാനും പോരായ്മകളെ തിരുത്താനും സാധിക്കും. അങ്ങനെ തിരുത്താൻ സാധിക്കുന്നിടത്ത് കൽബ് ശുക്ർ കൊണ്ട് നിറയും എന്നുള്ളതാണ്. അൽഹംദുലില്ലാ എന്ന് കൽബിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും. അത് നാവിലൂടെ വരുമ്പോൾ അത് ശുക്റുൽ ലിസാനാകും. ശുക്റുൽ ലിസാനാകും. ശുക്റിന്റെ റുക്നുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ശുക്ർ കൽബ് കൊണ്ട് നിറയണം. അതിൽപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ശുക്റുൽ ലിസാന് വേണം. ശുക്റുൽ ലിസാന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള നിഅമത്തുകൾ എത്രയാണ്, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നങ്ങോട്ട് ഇല്ലാതെയായി പോയി കഴിഞ്ഞാലും, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും നമ്മൾ ആലോചിക്കേണ്ടത്, എനിക്ക് എന്റെ റബ്ബ് തന്നതിൽ നിന്ന് ഒന്ന് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ആ പിൻവലിച്ചതിനേക്കാൾ കൂടുതൽ അപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്ത് തന്നെയാണ് എന്റെ കൂടെയുള്ളത്. അത് തിരിച്ചറിവായിട്ടുണ്ടാവണം. ആ തിരിച്ചറിവിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എത്ര തന്നെ എന്റെ റബ്ബ് എന്നിൽ നിന്ന് എനിക്ക് തന്നതിനെ പിൻവലിച്ചാലും, തൽക്കാലത്തേക്ക് നിനക്കത് വേണ്ടെന്ന് വെച്ചാലും, നിനക്ക് നിന്റെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണമെന്നോണം ഇന്ന ഒരു അവസ്ഥ വെച്ചിട്ടുണ്ട്, അത് അനുഭവിക്കേണ്ടി വന്നാലും നമ്മൾ പറയുന്നു, നമ്മൾ പറയേണ്ടതുണ്ട് നാവുകൊണ്ട്, എന്റെ റബ്ബ് എന്നാലും എനിക്ക് തന്നിട്ടുള്ളത്, എന്നാലും എനിക്ക് എത്രയോ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ നാവ് ശുക്ർ കൊണ്ട് നിറയണം. ശുക്റുൽ ലിസാനാണത്. അങ്ങനെ നമ്മളാകണം.
അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ ഓരോന്നായിട്ട് റുക്കിന് പറയണ്ട, ശുക്റുൽ ജവാരിഹ് പറയാം. ശുക്റുൽ ജവാരിഹി, ഇങ്ങനെ നമ്മുടെ ഓരോ അംഗചലനങ്ങളും ഓരോ അവയവങ്ങളും അതൊക്കെയും എന്നിടത്തേക്ക് നമുക്ക് എത്തണം. എന്റെ റബ്ബ് എന്നാലും എനിക്ക് നിഅമത്ത് തന്നിട്ടുണ്ട് എന്നിങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന്. ശുക്റുൽ ജവാരിഹും ശുക്റുൽ ലിസാനും പഠിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിന് ചൊല്ലുന്ന ദിക്റുകൾ അതിൽപ്പെട്ടതാണ്. നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ അതിൽപ്പെട്ടതാണ്. അള്ളാഹുവോട് നമ്മൾ നാവുകൊണ്ട് കാണിക്കുന്ന നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന ശുക്രിൽപ്പെട്ടതാണ്. നമ്മൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ആളുകളിൽ എന്തെങ്കിലും ഒരു അബദ്ധം കാണുമ്പോൾ സഹോദര ബുദ്ധിയ സ്വകാര്യമായിക്കൊണ്ട് നിങ്ങളിൽ ആ ഒരു തെറ്റ് തിരുത്താൻ നിങ്ങൾക്കുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തണം കേട്ടോ എന്നുള്ള നിലക്ക് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നന്മയാകുന്ന ഒരു കാര്യം പൊതുവായി പറയുന്നത്, തിന്മയാകുന്ന കാര്യത്തെക്കുറിച്ച് ഉണർത്തലുകൾ ഉണ്ടാകുന്നത്, ഇതൊക്കെയും നമ്മുടെ അവയവങ്ങളെ കൊണ്ട്, നാവുകളെ കൊണ്ട്, അൽ ജവാരിഹികളെ കൊണ്ട് ചെയ്യുന്ന ശുക്രിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവെ കുറിച്ച് സ്വന്തമായി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ദഅവത്തിന്റെ മാർഗം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതും ശുക്രിന്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നന്മകളുടെ വിശാലമായ മേഖലകൾ റബ്ബിന് ശുക്ർ ചെയ്യാൻ പോകുന്ന അവസരങ്ങളാണ് എന്ന് ചിന്തിക്കണം. ഇങ്ങനെ അതോടൊപ്പം തന്നെ നമ്മൾ ഉമ്മാക്ക് ഉപ്പാക്ക് പുണ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അത് അള്ളാഹുവിന് ചെയ്യുന്ന ശുക്രാണ്. ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ശുക്ർ ചെയ്യുന്നുണ്ടോ, ശുക്ർ കാണിക്കുന്നുണ്ടോ? റബ്ബിനോട് കാണിക്കേണ്ട ശുക്രിന്റെ ഭാഗമാണ് അതൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പെടുമ്പോൾ ദൃഷ്ടിയിൽ പെടുന്നിടത്ത് കണ്ണുകൾ താഴ്ത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ജവാരിഹികളെ കൊണ്ട്, നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണിക്കുന്ന ശുക്രിന്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാനും റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ കണ്ണുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ആ കണ്ണുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ശുക്രിൽപ്പെട്ടതാകുന്നു അത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശുക്രിന്റെ മേഖലകളിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കാൻ, നമ്മളെ മാറ്റിപ്പണിയാൻ നമുക്ക് തഖ്വാബോധവും ശുക്ർബോധവും ഉണ്ടാക്കാൻ സാധിക്കേണ്ട സന്ദർഭങ്ങൾ, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇനി അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ അള്ളാഹു തന്നിട്ടുള്ള മറ്റേറെ വലിയ ഒരുപാട് അനുഭവങ്ങൾ, ഇതിനോളം വലുതല്ല, എന്നാൽ അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാകുന്ന നമ്മൾ വലുതായി കാണുന്ന കുറെ അനുഗ്രഹങ്ങൾ വേറെയുണ്ടല്ലോ. അതിൽപ്പെട്ടതായിരിക്കും സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള വലിയ നിഅമത്താണ്. ആ നിഅമത്ത് അല്ലാഹു എന്തിന് തന്നു എന്ന് പരിചയപ്പെടണം. റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത് നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാണെന്ന് പഠിപ്പിച്ചു. വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങളുടെ ജഅല ലക്കുമുൽ അംവാലക്കുമുല്ലതി ഖിയാമ, അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സമ്പത്ത് നിങ്ങളുടെ നിലനിൽപ്പിന്റേതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിൽപ്പിന് വേണ്ടി തന്നിട്ടുള്ള ആധാരം, അതിന്റെ ആധാരമാകുന്നു സമ്പത്ത്. ആ സമ്പത്തിൽ നിങ്ങൾ ഇൻഫാക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഇൻഫാക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അതും ശുക്രിന്റെ ഭാഗമാണ്. ശുക്രിന്റെ ഭാഗം അത് രണ്ട് രീതിയിൽ അല്ല, പല രീതിയിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നു. നമ്മൾ ഒന്ന് സകാത്ത് കൊടുത്തുകൊണ്ട് ശുദ്ധീകരിക്കണം, അതിൽപ്പെട്ടതാണ്. സകാത്ത് ഒരു വിഷയമായി തന്നെ പറയേണ്ടതുണ്ട്, റമളാനിൽ പറയേണ്ട ഒരു വിഷയമായിട്ടല്ല. മറിച്ച് റമളാൻ ആകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സുകൾക്ക് ഒരു പാകം വരുമല്ലോ. ഇനി അതല്ലെങ്കിൽ റമളാനിനെ നമ്മൾ ആരെങ്കിലും സക്കാത്ത് കണക്ക് കൂട്ടാനുള്ള ഒരു മാസമായി ഇങ്ങനെ തുടർന്ന് പോരുന്ന ഒരു രീതി ഉണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടാകും ചിലപ്പോ. റമളാൻ മാസമാകുമ്പോൾ ഇപ്പോ ഇങ്ങനെ വരുമാനം കിട്ടിത്തുടങ്ങി, ഈ റമളാൻ ആകുമ്പോൾ ഈ വർഷത്തെ റമളാനിൽ ഈ വർഷത്തെ റമളാനിൽ ഇത്രയും വന്നിട്ടുള്ള ഈ സക്കാത്തിന്റെ വിഹിതം കൂട്ടിക്കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓരോ വർഷവും റമളാന് വരുമ്പോൾ റമളാനിനെ നമ്മുടെ സക്കാത്തിന്റെ നിർണയത്തിന്റെ മാസമാക്കി നമുക്ക് മാറ്റാലോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ പാകപ്പെടുന്ന സമയത്ത് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ സ്വർണത്തിന്റെ സക്കാത്ത് ഇങ്ങനെ കൂട്ടുമ്പോഴുള്ള ഒരു പിന്മാറ്റം എവിടേക്കായി എത്തിപ്പെടുന്ന ആലോചിച്ച് നോക്കോ. വീട്ടിലൊരു 10-20 പവനുണ്ട് എങ്കിൽ ഒരു അരപ്പവനെങ്കിലും എന്തായാലും സക്കാത്തിന്റെ ഭാഗമായി കൊണ്ട് നീക്കേണ്ടി വരും. അരപ്പവനെങ്കിലും പോകേണ്ടി വരും. അരപ്പവനെങ്കിലും പോകുമ്പോൾ അത് പിന്നെ 20-19 ചിന്തിക്കാൻ തുടങ്ങി. അതിന്റെ മൂല്യം ചിന്തിക്കുമ്പോഴോ 10-60,000 ഉറുപ്യ സക്കാത്തായിട്ട് 20 പവന്റെ തന്നെ കൊടുക്കേണ്ടി വരുന്നു. കണക്ക് കൂട്ടിയത് നോക്കൂ നിങ്ങൾ. അങ്ങോട്ടോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊക്കെ വന്നേക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ കൊടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ് വരുന്നുണ്ട് എങ്കിൽ മനസ്സിൽ ശുക്ർബോധം ഇപ്പോഴും വളർന്നിട്ടില്ല. വിഷയം വേറെ പറയേണ്ടതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു തോട്ടക്കാരിൽ ഒരാളെ കുറിച്ചും അയാളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ചും പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ സൂറത്തുൽ കഹ്ഫിൽ. സൂറത്തുൽ കഹ്ഫിൽ ആ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അതിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഭിക്ഷമായ തോട്ടവും അതിലെ ഒരുപാട് സൗകര്യങ്ങളും അതിൽ ഫലഭൂയിഷ്ടമായ മണ്ണിൽ നിന്ന് വിളയിക്കുന്ന കുറെ ഫലങ്ങളും നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ സഹായിച്ചു, സാമ്പത്തികമായിട്ട് അയാളെ സഹായിച്ചു എന്ന് ചുരുക്കം. അങ്ങനെ സാമ്പത്തികമായി ഈ രീതിയിൽ സഹായം കിട്ടിയ ഈ മനുഷ്യന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ പിശാച് പതുക്കെ അയാളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പിഴുതെറിഞ്ഞപ്പോ പിന്നെ തോന്നിയത് മുഴുവൻ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് എന്റേത് എന്നുള്ള തോന്നലിൽ അയാൾ ഇങ്ങനെ വളരാൻ തുടങ്ങി. സൂറത്തുൽ കഹ്ഫ് വായിച്ചാൽ മതി, ആ ഭാഗത്ത് വരുന്ന ചരിത്ര ഭാഗമാണിത്. നമ്മൾ നോക്കൂ. എന്നിട്ട് തന്റെ സഹോദരനോട്, കൂട്ടുകാരനോട് പറയുന്നുണ്ട്, അന അഖല്ലു മിൻക മാലൻ വ വലദ, ഞാൻ നിന്നേക്കാൾ സമ്പത്തുള്ളവനാണ്, സന്താനങ്ങളുടെ സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അങ്ങനെ ഒരേ എനിക്കുണ്ട് എന്നുള്ള നിലക്ക് അന അക്സറു മിൻക മാല, എന്നേക്കാൾ എനിക്ക് സമ്പത്തുണ്ട്. ഞാൻ നേരത്തെ അക്കല്ല് എന്നാ കേൾപ്പിച്ചത്. അക്സറു മിൻക മാലം വ വലദ, ഒരുപാട് സമ്പത്ത് എനിക്കുണ്ട് നിന്നേക്കാൾ എന്നിങ്ങനെ അയാൾ പറയാണ്. എന്നിട്ട് പിന്നെ അങ്ങനെ സംസാരിക്കുന്ന ആ മനുഷ്യൻ, അയാളുടെ സംസാരത്തിൽ പിന്നെ കടന്നു വരുന്നത് മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊക്കെ നശിച്ചു പോകും എന്ന്, ഒരിക്കൽ നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിന് മാത്രമുണ്ട് എനിക്ക് കിട്ടിയത്, എങ്ങനെ പോയി കഴിഞ്ഞാലും ഒന്നിന് ബദൽ ഒന്നുണ്ടാകുമല്ലോ എന്നുള്ള തോന്നലിൽ നിന്ന് ഇതൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചിന്ത അയാളുടെ മനസ്സിൽ പിടികൂടി എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ പിന്നീട് അയാളുടെ അവസ്ഥ എത്തുന്നത് ഇങ്ങനെ ഒരു അന്ത്യനാൾ എന്നുള്ള നിലക്ക് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, അതൊന്നും ഇപ്പോ സംഭവിക്കും എന്നൊന്നും എനിക്ക് തോന്നണില്ല, അങ്ങനെ ഒരു വിചാരമൊന്നും എനിക്ക് ഉണ്ടാവണില്ല. വലഇൻ റുദിത്തു, ഇനി ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുകയാണെങ്കിലോ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, ഇതിനേക്കാൾ കുറെ വർദ്ധിതമായ തോതിൽ എനിക്കതിങ്ങനെ തിരിച്ചു വരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോണത് എന്നിങ്ങനെ അയാളുടെ വിചാരപ്പെടലുകൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. അയാൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഈ സമയത്ത് അയാളുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, വഹുവ യുഹാവിറുഹു, സംസാരമധ്യേ പറയുന്നുണ്ട്, അകഫർത ബില്ലദീ ഖലഖക, നീ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നന്ദികേട് കാണിക്കുകയാണോ? അവൻ നിന്നെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്, നന്ദികേട് കാണിക്കുകയാണോ? പിന്നീടാണ് അവൻ നിന്നെ നുത്ഫത്താക്കി മാറ്റിയതും പിന്നെ നിന്നെ ഒരു നല്ല ആളാക്കി നിന്നെ മാറ്റുകയും ചെയ്തു. അങ്ങനെ നിന്നെ പരുവപ്പെടുത്തിയ ഈ അള്ളാഹുവെ, സൃഷ്ടാവായ അള്ളാഹുവിനെ മറന്നുകൊണ്ടൊന്നും പറയല്ലേ. ചുരുക്കം, മറന്നുകൊണ്ടൊന്നും പറയല്ലേ. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ, അള്ളാഹുവിന്റെ കനിവും അള്ളാഹുവിന്റെ അനുഗ്രഹവുമായി കൊണ്ട് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സമ്പത്ത്, ആ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ അതിന്റെ ഹക്ക് നിർവഹിക്കണം. നമ്മുടേതല്ലാത്ത ഹക്ക്, പാവപ്പെട്ടവർക്കുള്ള ഹക്ക്, അള്ളാഹു എണ്ണിപ്പറഞ്ഞ 8 വിഭാഗങ്ങൾക്കുള്ള ഹക്ക് കൊടുത്തോളണം എന്നുള്ളത് നിർബന്ധമായ കാര്യം. ആ നിർബന്ധമായ കാര്യം നിർവഹിക്കുന്നിടത്ത് കണക്കിങ്ങനെ കൂട്ടി വരുമ്പോൾ എത്ര വലിയ സംഖ്യ, ഇതൊക്കെ കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ എന്റെ കുട്ടിയാക്കുള്ളത്, എന്റെ വീട്ടിക്കുള്ളത്, എന്റെ വീട്ടിക്ക് അന്നത്തിനുള്ളത്, എന്റെ വീട്ടിലെ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് ചെലവഴിക്കാനുള്ളത് എന്ന് ചിന്തിച്ചിട്ട് പിന്മാറുന്നുണ്ടെങ്കിൽ അത് കുഫറിന്റെ ഭാഗമാണ്. അകഫർത ബില്ലദീ ഖലഖക, നിന്നെ പടച്ചവനായ റബ്ബിനോട് നീ നന്ദികേട് കാണിക്കുകയാണോ എന്ന് ഈ ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പിന്നീട് അവസാനം എന്തുണ്ടായി? ഇങ്ങനെ ചിന്തിച്ച് കൊടുക്കാതിരുന്നു, പിശുക്കി മാറ്റിവെച്ചു, പിന്നെയും ഇങ്ങനെ പിശുക്കി, എന്നിട്ട് ഇങ്ങനെ നുള്ളി ഓരിയെക്കാന്ന് പറയലോ, ആ രീതിയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ കൊടുത്തിട്ട് ഞാൻ സക്കാത്ത് കൊടുത്തവനായി എന്നിങ്ങനെ സമാധാനപ്പെട്ടു നിന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ സക്കാത്തിന്റെ കത്തിലും കണക്ക് കൂട്ടുമ്പോൾ പിശാച് ഇടപെടുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? പിശാച് ഇടപെടുന്നത് ഇതിങ്ങനെ കൊടുക്കാൻ മാത്രം ഒന്നും ചിലപ്പോൾ എന്റെ കണക്കിൽ പഴച്ചോ, അല്ലെങ്കിൽ സ്വർണത്തിന് അത്ര കൊടുക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ഞാൻ ചെലവ് കഴിച്ചിട്ട് കൊടുത്താൽ ഇങ്ങനെ പലജാതി കണക്കും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതിങ്ങനെ കൊടുക്കുന്നിടത്ത് സുവീഫ് കാണിക്കും, പിന്മാറ്റം കാണിക്കും, പിന്നെയാക്കാം എന്നുള്ള ചിന്തിക്കും, അതങ്ങനെ കൊടുക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയല്ല, സക്കാത്ത് നിർണയിക്കാൻ ഒരു കൃത്യമായ ഷെഡ്യൂൾ നമുക്ക് വേണം. ആ ഷെഡ്യൂൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുത്തിരിക്കണം. ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ അന്ന് സ്വർണത്തിന്റെ കൊടുക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ മാർക്കറ്റ് എത്രയാണ് അത് വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടി സ്വർണം തന്നെ അതിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വർണം പിന്നെ അടുത്ത കൊല്ലം സക്കാത്ത് കൂട്ടുമ്പം അത് കുറഞ്ഞിട്ട് കൂട്ടിയാൽ മതിയാകുമല്ലോ, ആശ്വാസമെങ്കിലും ഉണ്ടാകുമല്ലോ.
എന്നാ പിന്നെ പിശുക്കിന്റെ മനസ്സുണ്ടാകൂല. അങ്ങനെ തന്നെ കൊടുക്കണം എന്നല്ല പറയണത്. കൊടുക്കേണ്ടത് എങ്ങനെയാണോ നമുക്കത് കൊടുത്തതിന്റെ ബാധ്യത നിർവഹിച്ചാൽ മതിയാകും. ആ ബാധ്യത നിർവഹിക്കുന്നിടം നമ്മൾ ഉണ്ടാകണം. അതിൽ നമ്മൾ കുഫ്ർ കാണിക്കാൻ പാടില്ല, നിഷേധം കാണിക്കാൻ പാടില്ല, നന്ദികേട് കാണിക്കാൻ പാടില്ല. അഥവാ കാണിച്ചാൽ ഈ തോട്ടക്കാരന്റെ കാര്യത്തിൽ അവസാനം എന്തുണ്ടായി? ഈ മനുഷ്യൻ കൂട്ടുകാരൻ ഉപദേശിക്കുന്നുണ്ട്, നീ കുഫ്ർ കാണിക്കല്ലേ, നന്ദികേട് കാണിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ആ മനുഷ്യന്റെ ഈ തോട്ടം മുഴുവനും നശിപ്പിക്കപ്പെടുകയാണ്. സക്കാത്ത് കൊടുക്കാതെ, അതിന്റെ ഹക്ക് കൊടുക്കാതെ, ഇത് എന്നെന്നും തനിക്ക് വേണ്ടി ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവരികയാണല്ലോ. അങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരുന്നത് റബ്ബിന്റെ നിയമ നടപടിക്രമത്തിന് അതൊക്കെ വിധേയമാണ്. തനിക്ക് കിട്ടിയത് മുഴുവൻ നശിപ്പിക്കപ്പെടുകയാണ്. നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ മുൻപേ തന്നെ ഈ മനുഷ്യൻ, തന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ നിന്റെ തോട്ടത്തിലേക്ക്, നിന്റെ സമ്പാദ്യത്തിലേക്ക്, അതിലേക്ക് നീ പ്രവേശിക്കുമ്പോ, അത് നീ അനുഭവിക്കുമ്പോ നിനക്ക് എന്തേ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൂടായിരുന്നു? അള്ളാഹിനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു ദിക്റാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? അള്ളാന്റെ കഴിവ്, അള്ളാന്റെ ശക്തിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നീ ഇടപെട്ടുകൂടായിരുന്നു ഇതിലെന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്നെ കുറിച്ച് നന്നേക്കാളൊക്കെയും സാമ്പത്തികമായിട്ട് ഇല്ലാത്തവനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് നിനക്ക് അള്ളാഹു തന്നതിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? ചുരുക്കം അങ്ങനെ അവസാനം അത് മുഴുവനും തകിടമറിയാണ്. അയാൾ കൊടുക്കാതെ, ഹക്ക് കൊടുക്കാതെ വളർത്തിക്കൊണ്ടത് മുൻകൊണ്ട് വന്ന് മുഴുവനും തകർന്ന് പരിപ്പണമാകുന്ന ചരിത്രമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിലേക്ക് ഒരുപാട് ചെലവഴിച്ചത് മുഴുവനും തകർന്നു പോവുകയാണ്. അവസാനം കൈമലർത്തുന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ചുരുക്കം. നമ്മൾ സക്കാത്ത് കൊടുക്കാതെ, നമ്മൾ സ്വതക്ക കൊടുക്കാതെ, റബ്ബ് തന്ന ഈ നിഅമത്തിനോട് ആ രീതിയിൽ ശുക്ർ കാണിക്കാതെ നമ്മൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ അത് നഷ്ടം സംഭവിച്ച്, അതിന്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടം സംഭവിച്ച് ഒന്നുകിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും, അതുമല്ലെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ കെട്ടി ഉയർത്തേണ്ടി വരും. ഒരു ഉപകാരം ഉണ്ടാവില്ല, ആ തരത്തിൽ കെട്ടി ഉയർത്തേണ്ടി വരും. അങ്ങനെ കുറെ സിമന്റും കമ്പിയും മണലൊക്കെ ആയിട്ട് അങ്ങനെ ചെലവാക്കേണ്ടി വരും. അതുമല്ലെങ്കിലോ ഏതെങ്കിലും തരത്തിൽ അത് നശിച്ചങ്ങോട്ട് പോകുക എന്നല്ലാതെ അവസാനം നമ്മൾ ഖേദിക്കേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവ് അത് നമുക്കുണ്ടാകണം എന്നുള്ള നിലക്ക് ഈ ശുക്ർബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. സാമ്പത്തിക രംഗത്ത് ഈ ബാധ്യത നിർവഹിക്കണം, നമ്മുടെ എല്ലാ കാര്യത്തിലും ശുക്ർബോധം ഉണ്ടാകണം എന്നുള്ള ഒരു ആശയത്തെ നൽകാനാണ് ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ആയത്ത് വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഈ കാര്യങ്ങളിൽ നമ്മുടെ ഖൽബ് തുറക്കാനും മനസ്സ് തുറക്കാനും ഇടപെടേണ്ട രീതിയിൽ ഇടപെടാനുമുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ.